വെൽക്കം ബാക്ക്. നമ്മള് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മള് ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പ്രോകാരിയോട്സിന്റെ സെൽസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് യൂകാരിയോട്ടിക് സെല്ലാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, യൂകാരിയോട്ടിക് സെൽസ്. ആ സെല്ല് തന്നെ നോക്കിക്കേ, തിങ്ങി നിറഞ്ഞു കിടക്കുക അല്ലേ. പ്രോകാരിയോട്ടിക് സെല്ല്, ബാക്ടീരിയ സെല്ലിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളിത് വലിയൊരു ഫാക്ടറിയാണ്, ഒരു ലാർജ് ഫാക്ടറിയാണ്. ഇതിൽ വർക്കേഴ്സ് ഒരുപാടുണ്ട്. ഒരുപാട് വർക്കേഴ്സ് ഒന്നിച്ച് യൂണിറ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഓരോ സെൽസുമാണ് നമ്മുടെ ബോഡിയിലെ ഓരോ പാർട്സിലുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഈ സെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് സെല്ല് മാത്രം പറഞ്ഞാൽ മതിയോ? ഇല്ല, പ്ലാന്റ്സിനെ പറ്റിയും പറയണം, ആനിമൽസിനെ പറ്റി പറയണം. ആനിമൽ സെൽസിനും പ്ലാന്റ് സെൽസിനും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്. ഈവൻ നിങ്ങൾ ഈ സെൽസ് ഒന്ന് നോക്കിക്കേ. ആൻഡ് ഇതിൻ്റെ താഴെ ഒന്നും എഴുതിയില്ലെങ്കിലും വേണ്ട, ഇത് ഏത് സെല്ലാന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. നല്ലൊരു പെർഫെക്റ്റ് സെൽ വോൾ ഉള്ള ആർക്കാ? plant cells. So this is a plant cell and this is animal cells. Animal cells in a cell wall illa. Plant cells is made up of cellulose cell wall. And ee organelles ഒക്കെ നോക്കിക്കേ, നമുക്ക് ഈ കണ്ടാൽ തന്നെ ഇപ്പൊ പേരൊക്കെ പഠിച്ചു തുടങ്ങിയില്ലേ. നമ്മൾ കുറേ കാലമായാലും നമ്മൾ ഈ ബയോളജിയിൽ ഈ സെൽസ് ഒക്കെ പറ്റി പഠിക്കുന്നു. So this is the mitochondria, cell wall, middle lamella, primary cell wall, secondary cell wall. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Chloroplast is present in plant cells and it is absent in animal cells അല്ലേ. ആൻഡ് പെറോക്സിസോംസ്, പെറോക്സിസോംസിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല. പ്ലാസ്മോഡെസ്മാറ്റ ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇസ് പ്രസന്റ്. ഓക്കെ, യൂകാരിയോട്സിൽ. ആൻഡ് അനിമൽ സെല്ലിൽ നോക്കിയേ, ഇവർക്കില്ലാത്ത എന്താ ഇവർക്കുള്ളത്? സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾസ് ഉണ്ട് ആനിമൽ സെൽസിന്, പ്ലാന്റ് സെൽസിന് ഇല്ല. ആൻഡ് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ഇതൊക്കെ സെയിം ആണ്. പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലല്ലോ. സെൽ വോൾ ഇല്ലല്ലോ. ഓക്കെ, ആൻഡ് സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരെ പറ്റി ആദ്യം പഠിക്കുക? നമ്മൾ സെൽ മെംബ്രെയിനെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കുക. സെൽ മെംബ്രെയിൻ എന്ത് മെംബ്രെയിനാണ് നമുക്കുള്ളത്? പ്ലാസ്മ മെംബ്രെയിൻ ആണ് അല്ലേ. നമ്മുടെ സെൽ ഓർഗൻസിനെയും സൈറ്റോപ്ലാസത്തിനെയും എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റിംഗ് മെംബ്രെയിൻ ആണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ്, നിങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതായിരിക്കും, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഈ സാധനങ്ങളൊക്കെ. ന്യൂക്ലിക് ആസിഡ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കിയില്ലേ. DNA, RNA ഇവരൊക്കെയാണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, മാനോസ്, ഗാലക്ടോസ്, റൈബോസ്, റിബലോസ്, ഇവരൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുക. അതായത് കാർബണും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള സാധനങ്ങൾ. ഇനി ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓയിലി ടൈപ്പ് സാധനം, നമ്മൾ ഓയിലൊക്കെ അല്ലേ, അതൊക്കെയാണ് ഈ ലിപ്പിഡ്സ്. ഓക്കെ, ലിപ്പിഡ്സ് എന്താണ്? അപ്പോൾ അത് വെള്ളത്തിൽ കലങ്ങുമോ? ഒന്ന് ആലോചിക്കണേ, നോക്കണേ, നമുക്ക് പറയാനുണ്ട്. ദ മേജർ ലിപ്പിഡ്സ് ആർ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ ബൈലെയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലപോലെ മാർക്കറിൽ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്തു. ബൈലെയർ ആണ് നമുക്ക് ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ് ആണ് അധികവും ഈ ലിപ്പിഡ്സിൽ ഉള്ളത്. ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, സ്ഫിങ്കോലിപ്പിഡ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിലാണ് പഠിക്കുക. ജസ്റ്റ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ലിപ്പിഡ്സിന് ഒരു പോളാർ ഹെഡും ഒരു നോൺ പോളാർ ടെയിലും ഉണ്ട്. നമുക്ക് എന്താ നോക്കിയാലോ. ഇവിടെ നോക്കുക, ലിപ്പിഡ്സിന്റെ ബൈലെയർ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞല്ലോ. 2 ലെയർ ഉണ്ട്. അതിൽ ഓരോ ലെയറിലും ഒരു ഹെഡും ഉണ്ടാവും, ഇങ്ങനെ 2 ടെയിലും ഉണ്ടാവും. ഹെഡ്, ടെയിൽ ഇവരിങ്ങനെ വരിക്കി നിൽക്കുന്നതാണ് ലിപ്പിഡിന്റെ ഒരു ലെയർ. തൊട്ടടുത്ത ലെയറിൽ ഇങ്ങനെ തന്നെയല്ല വരുന്നത്, നേരെ കുത്തനെയാണ്, നേരെ തല തിരിച്ചിട്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് എ ലിപ്പിഡ് ബൈലെയർ. ഇവരില് this is polar head and this is non polar tail. ഈ പോളാർ നോൺ പോളാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. പോളാർ എന്ന് പറയുന്നത് ചാർജ് ഉള്ള ആൾക്കാർക്കാണ്. ഓക്കെ, വാട്ടർ ഇസ് എ പോളാർ മോളിക്യൂൾ. വാട്ടറിന് ചാർജ് ഉണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, അവർക്ക് ചാർജ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് എ പോളാർ മോളിക്യൂൾ. നോൺ പോളാർ ആണ് ഇവർ, അതായത് ഇവർക്ക് ചാർജ് ഇല്ല. നോൺ പോളാർ ആയിട്ടുള്ള ടെയിലും പോളാർ ആയിട്ടുള്ള ഹെഡും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. പോളാർ ആയിട്ടുള്ള ആൾക്കാർ ഹൈഡ്രോഫിലിക് ആയിരിക്കും. അതായത് വെള്ളം പോളാർ ആണല്ലോ.
സോ വെള്ളത്തിൽ മിക്സ് ചെയ്താൽ കലങ്ങൂലേ? അതുപോലെ പോളാറായിട്ടുള്ള ചാർജ് ഉള്ള ആൾക്കാർ മറ്റൊരു പോളാറായിട്ടുള്ള വെള്ളത്തിൽ കലങ്ങും, അല്ലെങ്കിൽ മിക്സ് ആവും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. സോ ദാറ്റ് പവർ ഇസ് നോൺ ആസ് ഹൈഡ്രോഫിലിക്. എന്താ പറയുക? ഹൈഡ്രോഫിലിക്. ഇതേതാ? പോളാർ ഹെഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ. പോളാർ ഹെഡും നോൺ പോളാർ ടെയിലും, ഇവർ ചാർജ് ഉള്ള ആൾക്കാർ, ഇവർ ചാർജ് ഇല്ലാത്ത ആൾക്കാർ. ആൻഡ് ദീസ് പോളാർ ഹെഡ് ഈസ് ഹൈഡ്രോഫിലിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയോ? ഇത് വെള്ളത്തിനോട് അട്രാക്റ്റീവ് പവർ ഉള്ള ആൾക്കാർ, ഹൈഡ്രോഫിലിക്. ഇനി നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയോ? ഹൈഡ്രോഫോബിക്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഇവർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹൈഡ്രോഫോബിക്. സോ ഹൈഡ്രോഫിലിക് ആൻഡ് ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫിലിക് അതായത് വെള്ളത്തിനോട് അട്രാക്റ്റീവ് പവർ ഉണ്ട്. ഹൈഡ്രോഫോബിക്ക് നേരെ ഓപ്പോസിറ്റ്, വെള്ളത്തിനോട് റിപ്പൽഷൻ ആണ്. ഓക്കെ, വെള്ളം കണ്ട അലർജി എന്ന് പറയില്ലേ, അതുപോലെ ഇവർക്ക് വെള്ളത്തിനോട് ചേരാൻ പറ്റില്ല. സോ ഹൈഡ്രോഫോബിക് ക്യാരക്ടർ ആണ് ഈ ടെയിലിനുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഉള്ളോട്ടേക്ക് നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? അതായത് വെള്ളത്തിനോട് അട്രാക്ഷൻ ഉള്ള ആൾക്കാർ പുറത്തോട്ടും, വെള്ളം തൊടാൻ മടിയുള്ള ആൾക്കാർ ഉള്ളോട്ടേക്ക് നിൽക്കും. ഓക്കെ, ഇവർ ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് ഇതിനുള്ളിലേക്ക് വെള്ളം വരൂല. ഗോട്ട് ദ പോയിന്റ്. സോ നോൺ പോളാർ ടെയിൽ ഹൈഡ്രോഫോബിക് ആണ്. ഈ ഫോബിയ, നിങ്ങളൊരു ഫോബിയാസ് കേട്ടിട്ടില്ലേ? ഇല്ലേ? അതായത് വെള്ളത്തിനോട് അക്വാഫോബിയ ഇല്ലേ? വെള്ളത്തിനോട് പേടി, കടൽ, അതിനോടൊക്കെ പേടിയുള്ള ആൾക്കാർ അക്വാഫോബിയ എന്നൊക്കെ പറയില്ലേ? നമ്മൾ ഫോബിയ പറയില്ലേ? അതുപോലെ പാമ്പിനോട് പേടിയുള്ള ആൾക്കാരുണ്ട്, മൃഗങ്ങളെ പേടിയുള്ള ആൾക്കാരുണ്ട്. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോബിയാസ്. ദിസ് ഇസ് ഹൈഡ്രോഫോബിക്. വാട്ടറിനെ പേടിയുള്ള ആൾക്കാർ. നോക്കിയേ, പോളാർ ഹെഡും ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്. ഹൈഡ്രോഫിലിക്, ഹൈഡ്രോഫോബിക്, ദീസ് ആർ two terms that we discussed, and this ensures that the non-polar tail of saturated hydrocarbon is protected from the aqueous environment. ഇവരിതാ ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ അവർ അക്വസ് എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവര് പുറത്തേക്കും ഈ ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ഉള്ളോട്ടും ആയതുകൊണ്ട് അവർ അക്വസ് എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഓരോന്നിൽ നിന്ന് ഇതാ ഇങ്ങനെ കറുപ്പ് വര കണ്ടോ, ടെയിൽ പോലെ വരച്ചേക്കുന്നത്. ഇതൊക്കെ റൗണ്ട് ആയിട്ടുള്ള ഹെഡാണ്, പോളാർ ഹെഡാണ്. ഓക്കെ, ഈ പോളാറും നോൺ പോളാറും മാറിപ്പോയത്. പോളാർ ഹെഡ് ആൻഡ് നോൺ പോളാർ ടെയിൽ അങ്ങനെ തന്നെ പഠിക്കുക. മുകളിലുള്ളത് ഹൈഡ്രോഫിലിക്, താഴെ ഉള്ളിലുള്ളത് ഹൈഡ്രോഫോബിക്. അത് ഉള്ളിലുള്ളത് ഹൈഡ്രോഫോബിക് ആണെന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി. ഇവർ പുറമേ ആയിരുന്നെങ്കിൽ നമ്മുടെ സെല്ലുമായിട്ട് വെള്ളത്തിന് കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുണ്ടായിരുന്നില്ല, അതായത് പറ്റില്ല. സെല്ലിലേക്ക് വെള്ളം ഒരിക്കലും വരില്ല ഇവർ പുറമേ ആയിരുന്നെങ്കിൽ. അതുകൊണ്ട് ഇവർ ഉള്ളിലാക്കിയത് എന്തുകൊണ്ടാ? ഇവർക്ക് വെള്ളത്തിൽ നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉള്ളിലേക്ക് അടച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ച് വെക്കുക. ആൻഡ് ദിസ് ഇസ് എ ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ് ബൈലെയറിന് അതിൻ്റെ സ്ട്രക്ചർ ഓർഗനൈസേഷനെ നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ് പറയുക. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ലിപ്പിഡ് ബൈലെയറിൽ ലിപ്പിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ പ്രോട്ടീൻസ് തന്നെ ഈ കാണുന്നതൊക്കെ എന്താ? ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ പ്രോട്ടീൻസ് ആണ്. ആൻഡ് ഇവർക്ക് പുറമേയും പ്രോട്ടീൻസ് ഉണ്ടാവും. ഈ ഉള്ളിൽ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ലടാ പ്രോട്ടീൻസ് ഉള്ളത്, ഇവിടെ പുറമേ പ്രോട്ടീൻസ് ഉണ്ടാവും. ലിപ്പിഡ് ലെയറിൻ്റെ പുറമേ പ്രോട്ടീൻസ് ഉണ്ടാവും. സോ ദീസ് ഉള്ളിൽ കിടക്കുന്ന പ്രോട്ടീൻസിനെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്നും പുറമേ കിടക്കുന്നതിനെ പെരിഫറൽ പ്രോട്ടീൻസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ഇവരൊക്കെ ഉണ്ട്. ആൻഡ് ദോസ് പ്രോട്ടീൻസ് അതിൽ 52 പ്രോട്ടീനും 40% ലിപ്പിഡും ആണ് ഉള്ളത്. ലിപ്പിഡ് ബൈലെയറിൽ ലിപ്പിഡിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് എന്നാണ് പറയുന്നത്. 52% പ്രോട്ടീനും 40% ലിപ്പിഡ്സും ആണ് ഉള്ളത്. ആൻഡ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആർ ദോസ് പ്രോട്ടീൻസ് ദാറ്റ് ആർ പാർഷ്യലി ഓർ ടോട്ടലി ബറീഡ് ഇൻ ദ മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ ഉള്ളിൽ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ആൾക്കാരാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ് ആർ ദോസ് ലൈ ഓൺ ദ സർഫസ് ഓഫ് ദി മെംബ്രെയിൻ്റെ സർഫസിൽ കാണുന്ന ആൾക്കാർ. ഇതാ ഇൻ്റഗ്രൽ പ്രോട്ടീൻസും പെരിഫറൽ പ്രോട്ടീൻസും നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്ലാസ്മ മെംബ്രെയിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ, അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് പറയണം കേട്ടോ. സോ
ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രൽ പ്രോട്ടീൻസ് വരയ്ക്കുക. പെരിഫറൽ പ്രോട്ടീൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ. ആൻഡ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ആൻഡ് ദിസ് ഇസ് പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗർ ആൻഡ് നിക്കോൾസൺ ഈ 2 സയൻറ്റിസ്റ്റുകളാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇത് വലിച്ച് കെട്ടിവെച്ച പോലെയൊന്നല്ല, അത്യാവശ്യം നല്ലപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇവർക്ക് ഇതിനുള്ളിലുള്ള പ്രോട്ടീൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കാനും പറ്റും. The quasi fluid nature of lipids enables lateral movement of proteins within the overall bilayer. ഈ ബൈലെയറിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പ്രോട്ടീൻസിന് പോകാൻ പറ്റും. ആൻഡ് ദിസ് എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ ഇസ് മെഷേർഡ് ആസ് ഇറ്റ്സ് ഫ്ലൂയിഡിറ്റി. എത്രത്തോളം ഫ്ലൂയിഡിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് ഈസിലി മൂവബിൾ ആയിരിക്കും. ആൻഡ് ലിപ്പിഡ് ബൈലെയർ ഇസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. വി കനോട്ട് സേ ഇറ്റ് ഇസ് എ പെർമിയബിൾ മെംബ്രെയിൻ. അതെന്താ? അത് പെർമിയബിൾ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങോട്ട് കണ്ണും പൂട്ടി കടത്തി വിടുന്ന ആൾക്കാർ. പക്ഷെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സെലക്ട് ചെയ്തിട്ടേ ഗേറ്റ് വിടുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് ആളുണ്ടാവും, എന്നിട്ട് ചെക്ക് ചെയ്ത് ID ഒക്കെ നോക്കിയിട്ടല്ലേ നിങ്ങളെ സ്കൂളിൽ കയറ്റുക അല്ലെ കോളേജിൽ കയറ്റുക അല്ലേ? അപ്പം നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ആളെ നോക്കിയിട്ടേ കയറ്റുള്ളൂ. അങ്ങനെ കണ്ണും പൂട്ടി തോന്നിയ പോലെ എല്ലാവരും ഒന്നും കയറ്റൂല, സെലക്ട് ചെയ്തിട്ടാണ് കയറ്റുക. സോ ഇറ്റ് ഇസ് എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ആൻഡ് ഈ ലിപ്പിഡ് ബൈലെയറിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ കയറുന്നതെന്ന് അറിയോ? ആ ഒരു ട്രാൻസ്പോർട്ടിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും. പാസീവും അതുപോലെ ആക്റ്റീവും. പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനർജി ഒന്നും വേണ്ട, ഇവർക്ക് എനർജി വേണ്ട. ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഉള്ളോട്ടേക്കും പുറത്തേക്കും കളയാൻ വേണ്ടിയിട്ടും കയറ്റാൻ വേണ്ടിയിട്ടും ഒന്നും ഇവർക്ക് എനർജീൻ്റെ ആവശ്യമൊന്നുമില്ല, പാസീവായിട്ട് നടന്നോളും. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എനർജി വേണം. ഓക്കെ. ആൻഡ് ദിസ് ഈസ് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ് ആൻഡ് ദിസ് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ് എന്താണെന്നറിയാലോ? കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്, എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ തോനെ ആൾക്കാരുണ്ട്, ഇവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സോ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ് എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. സോ ഇങ്ങനെയായിരിക്കും പാസീവ് ട്രാൻസ്പോർട്ട്, കൂടുതലുള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താ? അവർക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എനർജി വേണം, ATP വേണം. ആൻഡ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റിന് ഓപ്പോസിറ്റ് ആണ് നടക്കുക. കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് നിന്ന് കൂടിയ ആൾക്കാരുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെ പോകുമ്പം അവിടെ സ്പെഷ്യൽ എനർജി വേണം, നല്ല പോലെ ഫോഴ്സ് കൊടുക്കണം. വേണ്ടേ? ഒരു ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട, അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ആൾക്കാർ കുറഞ്ഞ സ്ഥലത്ത് നിന്നും തിങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കയറണമെങ്കിൽ നമുക്ക് നല്ല എനർജി വേണം, തിരിക്കി കയറണം. വേണ്ടേ? ട്രെയിനിൻ്റെയും ബസ്സിൻ്റെ ഒക്കെ കഥ ആലോചിച്ചാൽ മതി. ST ഒക്കെ കൊടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഞാൻ കുറേ അനുഭവിച്ചാൽ. ഓക്കെ. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട് അതാണെന്ന് ആലോചിച്ച് വയ്ക്കുക. പാസീവ് ട്രാൻസ്പോർട്ട് നമുക്ക് എഗെയിൻ ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഡിവൈഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനില്ല. ഓക്കെ. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാടാ, അങ്ങോട്ട് പോയാൽ മതി, അത്ര പണിയേ ഉള്ളൂ. സിമ്പിൾ ഡിഫ്യൂഷൻ എക്സാമ്പിൾ ആണ് നമ്മളെ ഓസ്മോസിസ്. വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. വാട്ടറിന്റെ മൂവ്മെന്റിനെയല്ലേ നമ്മൾ ഓസ്മോസിസ് പറയാ. വാട്ടർ മൂവ്മെന്റ് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്. വാട്ടർ വിൽ മൂവ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ. അതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയാ. നമുക്ക് ഇത് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെയാണ് വാട്ടർ മോളിക്യൂൾസ് കൂടുതൽ, അവിടെ കുറവാണ്. സോ ദാറ്റ് ഇസ് അലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ് ആൻഡ് ഇറ്റ്സ് ഓസ്മോസിസ്. സിമ്പിൾ ഡിഫ്യൂഷൻ, സിമ്പിൾ ആയിട്ട് പോകുന്നു. ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഈ ഒരു അങ്ങോട്ട് പോകുന്ന ഒരു പരിപാടിയില്ലേ, അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആൾക്കാർ വേണം. അതായത് അവിടെ ഒരു കാരിയർ പ്രോട്ടീൻസ് വേണം, അല്ലെങ്കിൽ ചാനൽ വേണം, പ്രോട്ടീൻ ചാനൽസ് വേണം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അങ്ങോട്ട് ഒരാൾ വേണം, ഒരാളുടെ ഹെൽപ്പ് വേണം. പ്രോട്ടീൻസ് ആണ് കൂടുതലായിട്ടും ഉണ്ടാവും, പ്രോട്ടീൻ ചാനൽസ്. ഇനി ഇവിടെ നോക്കിക്കേ, സിമ്പിൾ ഡിഫ്യൂഷൻ, പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പഠിക്കും. സോ ആദ്യം പാസീവ് ട്രാൻസ്പോർട്ട് നോക്കിയേ. മെനി മോളിക്യൂൾസ് ക്യാൻ മൂവ് ബ്രീഫ്ലി അക്രോസ് ദ മെംബ്രെയിൻ വിത്ത്
വിത്തൗട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് എനർജി, ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനർജീൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എടുത്ത് പറയുക തന്നെ വേണം. ആൻഡ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയൊന്നും പോയിന്റ് ആക്കി കൊടുത്തിട്ടില്ല, വളരെ ബ്രോഡായിട്ട് പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തത്. നിങ്ങൾ ഇതുപോലെ ഒരു ഷോർട്ട് നോട്ട് ആക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം എന്താ, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും പോയിന്റ്സ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ന്യൂട്രൽ സൊല്യൂട്ട്സ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രൽ സൊല്യൂട്ട്സ്, ചാർജ് ഇല്ലാത്ത ആൾക്കാർ, ന്യൂട്രൽ സൊല്യൂട്ട്സ് മേ മൂവ് അക്രോസ് എ മെംബ്രെയിൻ. എക്സാമ്പിൾ എന്താ, ഓസ്മോസിസ്. ഓക്കെ, ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, പോളാർ മോളിക്യൂൾസ്, നല്ല ചാർജ് ഉള്ള ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഓസ്മോസിസ് ഇസ് എ മൂവ്മെന്റ് ഓഫ് വാട്ടർ അല്ലേ, പക്ഷേ വാട്ടറിന് ചാർജ് ഉണ്ട്. അങ്ങനെയല്ല, ഇവിടെ എന്ന് പറയുന്ന അയോൺസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ചാർജ് ഉള്ള ആൾക്കാർ. ഓക്കെ, പോളാർ മോളിക്യൂൾസ് റിക്വയർ എ കാരിയർ പ്രോട്ടീൻ, ഒരു കാരിയർ പ്രോട്ടീൻ വേണം ഓഫ് ദ മെംബ്രെയിൻ ടു ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട്. മെംബ്രെയിനുള്ളിലുള്ള കുറേ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, പെരിഫറൽ പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ഈ കൊണ്ടുപോകാൻ ആൾക്കാർ വേണം, വണ്ടി വേണം. നമുക്ക് മറ്റേത് സിമ്പിളായിട്ട് നടന്നങ്ങ് പോവായിരുന്നു സിമ്പിൾ ഡിഫ്യൂഷനിൽ. പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല, കൊണ്ടുപോയി അവിടെ കൊണ്ടിറക്കാൻ വേണ്ടിയിട്ട് വണ്ടി വേണം. സോ ദാറ്റ് ഇസ് കാരിയർ പ്രോട്ടീൻസ് വേണം. പക്ഷെ എന്ത് വേണ്ട, എനർജി വേണ്ട. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഇസ് എലോങ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, കൂടുതലുള്ള സ്ഥലത്ത് നിന്നാണ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. സോ നമുക്ക് എനർജി വേണ്ട. എന്ത് മതി, കാരിയർ പ്രോട്ടീൻ മതി. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആൻഡ് ഫൈനലി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അയോൺസ്. കുറച്ച് അയോൺസ് നമ്മുടെ പ്ലാന്റ് സെൽസിലേക്ക് കയറുമ്പം പ്ലാന്റിൻ്റെ ഈ സെൽസിൻ്റെ ഉള്ളിലാണ് അയോൺസ് കൂടുതലുള്ളത്. എന്തിനെ, പുറമേക്ക് അപേക്ഷിച്ച്, പുറത്തുള്ളതിനെ അപേക്ഷിച്ച് സെല്ലിൻ്റെ ഉള്ളിലാണ് അയോൺസ് കൂടുതലുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് കോൺസെൻട്രേഷൻ, അതായത് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വീണ്ടും പോകണം, നമുക്ക് വീണ്ടും അബ്സോർപ്ഷൻ നടക്കണം. അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. എഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ ഗ്രാഡിയൻറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, എനർജി വേണം. Few ions or molecules are transported across the membrane against the concentration gradient, such a transport is an energy dependent process, and we use ATP for this. An example is sodium potassium pump, Na+K+ pump. sodium potassium pump അതിനൊരു എക്സാമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ പ്ലാസ്മ മെംബ്രെയിനെ എന്തിനെ പറ്റി, ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട്. ആൻഡ് ഇറ്റ് ഇസ് സെലക്റ്റീവ്ലി പെർമിയബിൾ. പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇത് അവിടെ നോക്കി, പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് നോക്കണ്ട, ഇത് മാത്രം മതി, ഈ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ, അടുത്തതായിട്ട് സെൽ വോൾ. ആനിമൽസിന് സെൽ വോൾ ഉണ്ടോ? ഇല്ല, ആനിമൽസിന് സെൽ വോൾ ഇല്ല. പക്ഷേ അപ്പോൾ ഇത് ആരെ പറ്റിയിട്ടായിരിക്കും, പ്ലാന്റ്സിനെ പറ്റിയിട്ട് നോക്കണ്ടേ, പ്ലാന്റ്സിനെ പറ്റിയിട്ട്. സോ ദിസ് വിൽ ബി ഓൾ അബൌട്ട് പ്ലാന്റ്സിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും ഈ സെൽവോളിനെ പറ്റിയിട്ട് പറയുന്നത്. ആനിമൽസിന് സെൽവോൾ ഇല്ല, മനസ്സിൽ എഴുതി വെച്ചേക്കണേ. സോ പ്ലാന്റ് സെൽവോൾ എന്ത് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്, സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ് നമ്മളിവിടെ പറയുന്നുണ്ട്. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് എ സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻ. എന്തായിരിക്കും സെൽവോളിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും, പ്രൊട്ടക്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, മറ്റുള്ള ആൾക്കാർ ബാക്ടീരിയ ഒക്കെ വന്നിട്ട് ഇൻഫെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവർക്ക് ഒരു നല്ല പ്രൊട്ടക്ഷൻ ഉള്ളത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ ടു സെൽ ഇൻറ്ററാക്ഷൻ. എന്തിനാ, സെൽ വോള് തൊട്ടടുത്ത സെല്ലുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും കൂടി കീപ്പ് ചെയ്യുന്നുണ്ട് സെൽ വോള്. പ്ലാസ്മോഡെസ്മാറ്റ കണക്ഷനൊക്കെ നമ്മൾ പറയും. ഇറ്റ് പ്രൊവൈഡ്സ് എ ബാരിയർ ടു അൺഡിസൈറബിൾ മാക്രോമോളിക്യൂൾസ്. ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും സെല്ലിനുള്ളിൽ കയറാൻ ഇവർ സമ്മതിക്കില്ല. സോ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇൻഫെക്ഷന് തടയും, പ്രൊട്ടക്റ്റ് ചെയ്യും, അതുപോലെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെൽ ടു സെൽ ഇൻറ്ററാക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ആൽഗേനെ പറയുമെങ്കിലും ഇപ്പം ഏകദേശമൊക്കെ മാറ്റി പറഞ്ഞു തുടങ്ങി. ഓക്കെ, സോ ഈ ആൽഗയിലും പ്ലാന്റ്സിലും വ്യത്യസ്തമായിട്ടാണ് സെൽ വോൾ ഉള്ളത്, സെൽ വോൾ കോമ്പസിഷൻ ഉള്ളത്. ആൽഗയിലാണെങ്കിൽ സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ്, മിനറൽസ്, കാൽഷ്യം കാർബണേറ്റ് പോലെയുള്ള മിനറൽസ്, ഇതൊക്കെയാണ് ആൽഗയിലുള്ളത്. ആൻഡ് പ്ലാന്റ് സെൽസിൽ സെൽ വോൾ, സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പ്രോട്ടീൻ, ഇതൊക്കെ ആയിരിക്കും പ്ലാന്റ് സെൽ വോളിൽ. ഏറ്റവും കൂടുതൽ സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എടുത്തു പറയണം. ബാക്ടീരിയൽ സെൽ വോളിൻ്റെ കോമ്പസിഷൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? പെപ്റ്റിഡോഗ്ലൈക്കൻ ആയിരുന്നു ബാക്ടീരിയ സെല്ലിന്. ഓക്കെ, ഫംഗസിന്
ഓർക്കുന്നുണ്ടോ? നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലടാ, ബയോളജി ക്ലാസിഫിക്കേഷൻ അല്ല അല്ലേ, അതിന് മുന്നത്തെ ചാപ്റ്റർ. ഫംഗയിലെ കൈറ്റിൻ ഓർക്കുന്നുണ്ടോ? സോ ദിസ് ഇസ് എ പ്ലാന്റ് സെൽ വോൾ. പ്ലാന്റ് സെൽ, പ്ലാന്റിന്റെ സെൽ വോൾ നോക്കിക്കേ, വെറും ഒരു സെൽ വോൾ അങ്ങോട്ട് വരച്ച് വെച്ചേക്കുന്നതാണോ? നമ്മൾ ഇങ്ങനെയല്ല സെൽ വോൾ വരയ്ക്കുക. പ്ലാന്റ്സ് ഹെക്സഗണൽ സെറ്റ്സ് ആയിട്ടാണ് അധികം വരയ്ക്കുക, റെക്ടാങ്കുലർ സെൽസും ഉണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക സെൽ വോള്. അതിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സെല്ലിലേക്കുള്ള കണക്ഷൻ ആയിട്ടാണ് ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിൽ പ്ലാന്റ് സെൽ വോള് ആദ്യം ഉണ്ടാവുന്നത് പ്രൈമറി സെൽ വോളാണ്. എന്ത് സെൽ വോളാണ്? പ്രൈമറി സെൽ വോള്. ആദ്യം ഉള്ളത് പ്രൈമറി സെൽ വോൾ. ഇതാണ് പ്രൈമറി സെൽ വോൾ. പിന്നീട് ഈ സെല്ല് ഗ്രോ ചെയ്യും, അല്ലെങ്കിൽ ഈ പ്ലാന്റ് ഗ്രോ ചെയ്ത് മെച്ചുവർ ആവണ്ടേ. അപ്പോൾ ഈ സെല്ല് മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും ഈ സെല്ലിന് എന്തുണ്ടാവും? സെൽ വോൾ, സെക്കൻഡറി സെൽ വോളും കൂടി ഉണ്ടാവും. സെക്കൻഡറി സെൽ വോള്. ഇനി വേറെ ഒരു മെംബ്രെയിനും കൂടി ഉണ്ട്, മിഡിൽ ലാമല്ല. അത് ഇതിൻ്റെ ഇടയിലല്ല, തൊട്ടടുത്ത സെല്ലിൻ്റെ ഈ സെല്ലിൻ്റെയും ഇടയിലാണ് മിഡിൽ ലാമല്ല ഉണ്ടാവുക. അത് തൊട്ടടുത്ത സെല്ല്, ആ സെല്ലിൻ്റെ സെക്കൻഡറി സെൽ വോളാണ് ഇപ്പോൾ വരച്ചേക്കുന്നത്, അതിൻ്റെ പ്രൈമറി സെൽ വോള്. ആൻഡ് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതാണ് മിഡിൽ ലാമല്ല. ഇതൊരു സിമെന്റിങ് മെറ്റീരിയൽ ആയിട്ടാണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു ഇന്റർ കണക്ഷൻ വരും ഇവിടെ. സോ ദാറ്റ് ഇസ് പ്ലാസ്മോഡെസ്മാറ്റ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ആണ്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ന്യൂറൽ സിസ്റ്റം ഉണ്ട്, ഇല്ലേ, നെർവസ് സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ്, അതായത് ഒരു യൂണിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആണ് എന്ന് വെച്ച് എല്ലാ സെൽ ഓർഗനൽസിനെയും കൂട്ടിയിട്ടില്ല. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, എന്താ നോക്കിയേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, ലൈസോസോംസ് ഉണ്ട്, വാക്യൂൾസ് ഉണ്ട്. ഇവരെ 4 പേരുമാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എന്ന് വെച്ച് മെംബ്രെയിനസ് ഓർഗാൻസ് മുഴുവൻ കഴിഞ്ഞോ? ഇല്ല. നമ്മളെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ഇല്ലേ, റൈബോസോംസ് ഉണ്ട്, അവരെ പറ്റിയിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. റൈബോസോം നോട്ട് ദ പോയിന്റ്, റൈബോസോം മെംബ്രെയിൻ ബൗണ്ട് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് നമ്മൾ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവർക്ക് 4 പേർക്കും കൂടി ഒന്നിച്ചൊരു യൂണിറ്റിയോട് കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. സോ അതൊരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ ER എന്ന് എഴുതും കേട്ടോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ ഒട്ടുമിക്ക സെല്ലിന്റെ ചിത്രത്തിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ എവിടെയാ വരയ്ക്കുക? ന്യൂക്ലിയസിന്റെ തൊട്ട് ചേർന്നിട്ടല്ലേ വരയ്ക്കുക. അല്ല ന്യൂക്ലിയസ് ഇങ്ങനെ അറ്റത്തും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങ് കണ്ടത്തിലും അല്ലല്ലോ വരയ്ക്കുക. നമ്മൾ തൊട്ടടുത്തിട്ടാണ് വരയ്ക്കുക. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരയ്ക്കുക. ആൻഡ് യു നോ, ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയസിന് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിനിന്റെ എക്സ്റ്റൻഷൻസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ ദ എക്സ്റ്റൻഷൻസ് ഓഫ് ദി ന്യൂക്ലിയർ എൻവലപ്പ്. ഓക്കെ, അത് നിങ്ങൾക്ക് എടുത്തു പറയുന്നില്ലെങ്കിലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് വരയ്ക്കുന്ന എന്തുകൊണ്ടാണ്? ദി ആർ ദ മെംബ്രെയിനസ് എക്സ്റ്റൻഷൻസ് ഓഫ് ദ ന്യൂക്ലിയസിന്റെ മെംബ്രെയിനസ് എക്സ്റ്റൻഷൻസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമുക്ക് അബ്രിവിയേറ്റ് ചെയ്തിട്ട് ER, ക്യാപിറ്റൽ E ക്യാപിറ്റൽ R എന്നെഴുതാം. A network of reticulum of tiny tubular structures scattered in the cytoplasm. സൈറ്റോപ്ലാസിൽ ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുവാണ്. And endoplasmic reticulum divides the intracellular space into 2 distinct compartments. സെല്ലിനുള്ളിലുള്ള സ്പേസിനെ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോയി കത്തെടുത്ത് മുറിക്കുക എന്നുള്ളതല്ല. അതിനെ ബേസ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് ഇൻട്രാ സെല്ലുലാർ സ്പേസിനെ നമുക്ക് 2 ആയിട്ട് പറയാം. ഒന്ന് ലൂമിനൽ സൈഡും ഒന്ന് എക്സ്ട്രാ ലൂമിനൽ സൈഡും. ലൂമിനൽ എന്ന് പറയുമ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിൽ, എക്സ്ട്രാ ലൂമിനൽ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസ്റ്റിൽ, അതായത് അതിന് പുറത്ത്. ഈ സൈറ്റോപ്ലാസ്റ്റിൽ എങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കല്ലേ. അപ്പൊ ഇതിനുള്ളിലൊക്കെ എന്ത് ലൂമിനൽ സൈഡ്, അതിന് പുറമേ ആണെങ്കിൽ എക്സ്ട്രാ ലൂമിനൽ. ഓക്കെ, അങ്ങനെ 2 ആയിട്ട് തിരിക്കാം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. സോ ന്യൂക്ലിയസ് വരയ്ക്കട്ടെ. ഞാൻ ന്യൂക്ലിയസ് വരയ്ക്കാതെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരയ്ക്കേയില്ല. ന്യൂക്ലിയസ് വരച്ചിട്ട് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇങ്ങനെ മെംബ്രേനസ് എക്സ്റ്റൻഷൻസ് ദേ ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ ദ സൈറ്റോപ്ലാസം. ലൂമിനൽ സൈഡ്, എക്സ്ട്രാ ലൂമിനൽ സൈഡ്, ഇതൊക്കെ ഓർക്കണം. ആൻഡ് ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിചാരിക്കുക. ആൻഡ് ഇത് 2 തരത്തിലുണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. എന്താ ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിയാലോ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം SER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എന്ന് പറയുമ്പോൾ കാണാൻ തന്നെ ഒരു റഫായിരിക്കും, ഭയങ്കര റഫ്, അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ വീണ് കിടക്കുന്ന പോലെ. സ്മൂത്ത് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, അതിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ റഫായിട്ട് കാണാനുള്ള കാരണം എന്താണെന്നറിയോ? അതിൻ്റെ പുറത്തൊക്കെ റൈബോസോം ഉണ്ടാവും. ഓക്കെ, റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ എവിടെയാണ് കിടക്കുക. ഇവരിങ്ങനെ കിടന്ന് ഡോട്ട് ആയിട്ട് കിടന്ന് അത് കാണാൻ ഒരു റഫ് സ്ട്രക്ചർ ആയിരിക്കും. സോ ദാറ്റ് ഇസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല, അത് സ്മൂത്ത് ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇൻ ദ സെൽസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. എന്താ കാരണം? റൈബോസോം ഉണ്ട്. റൈബോസോം ഉള്ള ആൾക്കാരല്ലേ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ അത് കൂടുതലായിട്ട് കാണുന്നത് പ്രോട്ടീൻ സിന്തസിസിന് നല്ലപോലെ ഇൻവോൾവ് ആയിരിക്കുന്ന സെല്ലുകളിലാണ്. ആൻഡ് ദേ ആർ എക്സ്റ്റെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ ന്യൂക്ലിയസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? ന്യൂക്ലിയസിന്റെ ഔട്ടർ മെംബ്രെയിനിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. Smooth endoplasmic reticulum is a major site for the synthesis of lipid. Lipidന്റെ synthesis site ആണ് ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, because they doesn't contain the ribosome. അതുകൊണ്ടല്ലേ അവർക്ക് സ്മൂത്ത് എന്ന് പേര് വന്നത്. In animal cells, lipid like steroidal hormones are synthesized in smooth endoplasmic reticulum. ലിപ്പിഡ് പോലെയുള്ള സ്റ്റിറോയിഡൽ ഹോർമോൺസ് ഒക്കെ അനിമൽ സെൽസിൽ ഉണ്ടാക്കുന്നത് ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അത് മാത്രമല്ല, എന്താണ് ലിപ്പിഡിനെ ഉണ്ടാക്കുന്നതും ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇവയാളാണെങ്കിലോ പ്രോട്ടീൻ സിന്തസിസിലും അതുപോലെ തന്നെ സെക്രീഷൻസിനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ചിത്രം. ഇത് കണ്ടോ, ഭയങ്കര ഗ്രാനുവൽസ് ആയിട്ട് കിടക്കുന്ന ഇതൊക്കെ എന്താ റൈബോസോംസ് ആണ്. ന്യൂക്ലിയർ പോളി എൻവലപ്പിന്റെ കണ്ടിന്യൂഷൻ എക്സ്റ്റൻഷൻസ് ആണ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. വേറെ ഒരു ചിത്രമാണ് ഇത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മുകളിൽ കണ്ടോ ഒന്നുമില്ല. ഇതിനുള്ളിലുള്ള ക്യാവിറ്റീസിനൊക്കെ ലൂമൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇതിന് ലൂമിനൽ സൈഡ് എന്ന് പറയുന്നത്, അതിനുള്ളിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറ്റിയിട്ട്. വളരെ സിമ്പിൾ അല്ലേ? അടുത്തതായിട്ടുള്ളത് ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി ബോഡീസ് എന്ന് പറയാം, ഗോൾഗി അപ്പാരറ്റസ്. ആൻഡ് ഈ ചിത്രം തന്നെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഒരു അപ്പാരറ്റസ് ആയിട്ട് അങ്ങോട്ട് കിടക്കുവാണ്. ആൻഡ് അതും ന്യൂക്ലിയസിനോട് ഏകദേശം ചേർന്നിട്ടായിരിക്കും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. ദേ കൺസിസ്റ്റ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ്, ആ ചിത്രം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റേർണെ of 0.5 micrometer to 1 micrometer in diameter. And ഇത് പറയാൻ വിട്ടുപോയി. എടാ, ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ച ആരാന്നറിയോ? കാമിലോ ഗോൾഗി എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1898. കാമിലോ ഗോൾഗി, പഠിക്കാൻ എളുപ്പം അല്ലേ? നമുക്ക് എവിടെ കണ്ടാലും മനസ്സിലാവും. ഗോൾഗി, ഈ പേരിൽ നിന്നുമാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. ഓക്കെ, and these are stacked parallel to each other. എന്താണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സാക്സ്, അതിനെന്താ പറയുന്നത്? സിസ്റ്റേർണെ എന്നാണ് വിളിക്കുക. സിസ്റ്റേർണെ. മീസോസോം എന്താന്ന് ഓർമ്മയുണ്ടല്ലോ? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർജിനേഷൻസ്, അങ്ങനെയുള്ള വേർഡുകളൊക്കെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേർഡുകൾ പഠിച്ചതൊക്കെ ഒന്ന് മനസ്സിൽ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പഠിച്ച അന്ന് വൈകുന്നേരം എങ്ങാനും അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്താ, വലിയ പണിയൊന്നുമില്ലല്ലോ, ബുക്ക് എടുക്കുന്നു, മറക്കുന്നു, കണ്ടു, സെറ്റ്. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ഓർക്കുമ്പോഴേക്കും ആ സാധനം അങ്ങോട്ട് മെമ്മറിയിൽ അങ്ങോട്ട് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ആയിരിക്കും. സോ സിസ്റ്റേൺ എന്താണ്? ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതിനൊക്കെ നമ്മൾ സിസ്റ്റേൺ എന്നാണ് പറയുക. ആൻഡ് അവരെങ്ങനെ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാരലൽ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഗോൾഗി അപ്പാരറ്റസ് വരയ്ക്കാൻ നല്ല എളുപ്പമാണ്. Varied number of cisternae are present in a Golgi complex. ഒരുപാട് നമ്പർ ഉണ്ടാവും, ഒരുപാട്. അതിനിടയ്ക്ക് പോയി വരച്ച് വെച്ചിട്ടാണത്. സോ
ഗോൾഗി ബോഡി അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസിന് രണ്ട് പോർഷൻസ് ഉണ്ട്. നമുക്ക് രണ്ട് സ്ഥലങ്ങളായിട്ട് വിളിക്കാം. ഒന്ന് സിസ് ഫേസും മറ്റേത് ട്രാൻസ് ഫേസും. സിസും ട്രാൻസും. ആൻഡ് സിസ് ഈസ് ടുവേർഡ്സ് എ ന്യൂക്ലിയസ് സൈഡ്. ന്യൂക്ലിയസിന്റെ അടുത്തേക്കാണ് ഈ സിസ് ഫേസ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഇസ് കോൺവെക്സ്. ട്രാൻസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്, ന്യൂക്ലിയസിന് പുറത്ത് അല്ലെങ്കിൽ പുറത്ത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന് അടുത്തേക്ക്. Suppose we are drawing the nucleus like this. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് ആരുണ്ട്? ന്യൂക്ലിയസിന്റെ തൊടുത്ത് ആരെ വരയ്ക്കണം? നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ മറന്നു പോകരുത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് ന്യൂക്ലിയസിന്റെ ചുറ്റിലും. അത് വരയ്ക്കാതെ നമ്മൾ വേറെ ഒന്നും വരയ്ക്കാൻ പാടില്ല. ആൻഡ് അതിന്റെ അടുത്തായിട്ട് നമുക്ക് ഗോൾഗി അപ്പാരറ്റസ് വരയ്ക്കാം. ഗോൾഗി അപ്പാരറ്റസ് സിസ്, ഓക്കെ, സിസ് ട്രാൻസ്. ഏതാ സിസ്? ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് നിൽക്കുന്നത് സിസ്, ഇത് ട്രാൻസ്. സോ ട്രാൻസ് ഇസ് കോൺകേവ് ഇങ്ങനെ ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിട്ടാണ്. സിസ് ഇസ് കോൺവെക്സ്. ഇത് ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് പല ചിത്രത്തിൽ പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ടോ, പല ഭാവത്തിൽ കൊടുത്തിട്ടുണ്ടോ. ഈവൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചിത്രം നോക്കി, ഇത് സിസ് ഞാൻ നേരത്തെ വരച്ച എങ്ങനെയാ? ഞാൻ ഇങ്ങനെയല്ലേ വരച്ചേ? അപ്പൊ ഇതെന്താ സാധനം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് വെച്ചിട്ടാ പറയാ? ന്യൂക്ലിയസിന്റെ ഫേസ് ചെയ്തിട്ടുള്ളത്, ന്യൂക്ലിയസിന്റെ ഓപ്പോസിറ്റേക്ക് അല്ലെങ്കിൽ സൈറ്റോപ്ലാസിനെ ഫേസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പറയുമ്പോൾ എളുപ്പമാണ്. ഓക്കെ, ഇതെന്തായാലും കോൺകേവ് അല്ലേ? സോ സിസ്, ദാറ്റ് ഇസ് എ ഫോമിംഗ് ഫേസ് നിയർ ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഇസ് കോൺവെക്സ്. ട്രാൻസ് ഇസ് എ മെച്ചറിംഗ് ഫേസ് ആൻഡ് ഇറ്റ് ഇസ് കോൺകേവ് away from the nucleus. This is the forming phase and this is the maturing phase. അതായത് ഇവിടെ നിന്ന് ഉണ്ടായിട്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴേക്കും മെച്ചർ ആവും. ഫോമിംഗ് ഫേസ്, മെച്ചറിംഗ് ഫേസ്. എന്താ ഫോം ചെയ്യുന്നത്, എന്താ മെച്ചർ ആവുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നോക്കിക്കേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസിന്റെ മേജർ ഫംഗ്ഷൻ ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഗോൾഗി അപ്പാരറ്റസ് എന്തിനാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനാന്നുള്ളത് നമ്മൾ നോക്കി. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിനൊക്കെയാണ്, മറ്റേതാണെങ്കിൽ ലിപ്പിഡ്സ് നമ്മൾ നോക്കിയല്ലേ. അതിൽ ഇവരുണ്ടാക്കുന്ന സാധനങ്ങളെ പാക്ക് ആക്കിയിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത്. എന്ത് പാക്കാ? വെസിക്കിൾസിന്റെ രൂപത്തിൽ. ഇതിനെ വീണ്ടും മച്ചുറാക്കി പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. ഓക്കെ, അതായത് ഒരു സെല്ലറാണ്. ഇതാണ് ഇൻഡസ്ട്രി, ഇത് ഫാക്ടറി. ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് പാക്കാക്കിയിട്ട് ഇങ്ങോട്ട് അയക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരുടെ അനുസരിച്ച് ഇവർ അത്യാവശ്യം അതിന് മാറ്റമൊക്കെ വരുത്തി പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അതാണ് ഈ ഗോൾഗി അപ്പാരറ്റസിന്റെ പണി. പാക്കേജിങ് മെറ്റീരിയൽസ് ഡെലിവേർഡ് എയ്തർ ടു ദ ഇൻട്രാസെല്ലുലാർ, സെല്ലിനുള്ളിലോ അല്ലെങ്കിൽ സെല്ലിന് പുറത്തേക്കുള്ള സെക്രീഷൻസ് ആയിട്ടോ ഇവര് കൊടുക്കാം. അതാ നോക്കിക്കേ, ഇത് സെല്ലിന് പുറത്തേക്ക് കൊടുക്കുക, സെക്രീറ്റ് ചെയ്യാണ്. ചില സെല്ലിന് പുറത്തേക്ക് സെക്രീഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ പാക്കാക്കി അയക്കണ്ടേ, അതൊക്കെ ഇയാൾ ചെയ്യും. ഇനി സെല്ലിന് ഉള്ളിലേക്ക് വേറെ ഒരു പ്രോട്ടീനെ കൊണ്ട് കൊടുക്കണം. ഇപ്പം മൈറ്റോകോൺഡ്രിയന്റെ അടുത്തേക്ക് ഒരാളെ വേണം. അപ്പം ഇവർ ഈ സൈറ്റോപ്ലാസത്തിൽ ഈ വേണ്ട ആൾക്കാർ ഇങ്ങനെ മോളിക്യൂൾസ് ആയിട്ട് നീന്തി പോകുന്നില്ല. നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യണം. സൈറ്റോപ്ലാസത്തിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? ഇവർ നല്ലപോലെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. സോ പാക്കേജിങ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ്സ് എ മേജർ ഡ്യൂട്ടി ഓഫ് ദി ഗോൾഗി അപ്പാരറ്റസ്. വെസിക്കിൾസ് ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഞാൻ പറഞ്ഞു ഓൾറെഡി, വെസിക്കിൾസിന്റെ രൂപത്തിൽ കവർ ചെയ്തിട്ടാണ് വരിക. ഫ്രം ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫ്യൂസ് വിത്ത് ദ സിസ് ഫേസ്. ആദ്യമായിട്ട് ഏത് ഫേസിനെ ആയിരിക്കും? ന്യൂക്ലിയസിനെ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഫേസ്, അതായത് ഫോമേഷൻ ഫേസ്. കണ്ടോ, സിസ് ഫേസിനോട് അവിടെ പോയി അറ്റാച്ച് ചെയ്യും. ആൻഡ് ദാറ്റ് വിൽ മൂവ് ടുവേർഡ്സ് എ മെച്ചറിംഗ് ഫേസ്. സിസിൽ നിന്നും പിന്നെ അങ്ങോട്ട് ട്രാൻസിലേക്ക് പോകും അല്ലെങ്കിൽ മെച്ചറിംഗ് ഫേസിലേക്ക് പോകും. ആ പോണ വഴിക്ക് എന്ത് സംഭവിക്കും? ഈ പ്രോട്ടീൻസിനൊക്കെ ഇവര് മോഡിഫിക്കേഷൻസ് നടത്തും. എ നമ്പർ ഓഫ് പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ബൈ ദ റൈബോസോംസ് ഇൻ ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ മോഡിഫൈഡ് ഇൻ ദ സിസ്റ്റേണേ. സിസ്റ്റേണ എന്താന്ന് ഓർമ്മ ഉണ്ടല്ലോ? ഡിസ്ക് ലൈക്ക് മറ്റേ ഇതില്ലേ, സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇല്ലേ ഗോൾഗി അപ്പാരറ്റസിന്റെ, അതിനെയാണ് സിസ്റ്റേണ എന്ന് പറയുന്നത്. സോ അതിൽ വെച്ചിട്ട് എന്ത് നടക്കും? മോഡിഫിക്കേഷൻസ് നടക്കും. ഗോൾഗി അപ്പാരറ്റസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിന്റെയും സിന്തസൈസ് സൈറ്റ് ആണ് ഈ ഗോൾഗി അപ്പാരറ്റസ്. വെറും പാക്കേജിങ് മാത്രമല്ല. സോ എന്തൊക്കെ ഉണ്ട്? പാക്കേജിങ്, പിന്നെ ഇൻട്രാസെല്ലുലാറും എക്സ്ട്രാ സെല്ലുലാറും ആയിട്ടുള്ള ഡെലിവറി നടത്തുന്നുണ്ട്. പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെയും ഗ്ലൈക്കോലിപ്പിഡ്സിന്റെയും സിന്തസിസ് സൈറ്റും കൂടിയാണ്. ആൻഡ് ഓൾസോ പ്രോട്ടീൻസിന്
ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സിസ്റ്റേണയിൽ വെച്ചിട്ട്, മോഡിഫിക്കേഷൻസ്. ആൻഡ് അടുത്തത് നമ്മളെ മൂന്നാമത്തെ ആള് ലൈസോസോംസ്. ലൈസോസോം ഏതൊക്കെയുണ്ട്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ്. ഇനി ഒരാളും കൂടിയല്ലേ ഉള്ളൂ. സോ ലൈസോസോംസിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? ഇവര് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നത്? ടെക്സ്റ്റിൽ ചിത്രം കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഗോൾഗി ബോഡീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ന്യൂക്ലിയസ് അവർ വരച്ചിട്ടില്ല, പർപ്പസ്ഫുള്ളി തിങ്ങി നിറയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് വരയ്ക്കാതിരിക്കുന്നതായിരിക്കും. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇവരെ ഒരുമിച്ച് വരച്ച എന്താ, ഇവർക്കൊക്കെ ഒരു യൂണിറ്റി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലോ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇവര് ലൈസോസോം എന്ന് പറഞ്ഞതാ എവിടെ? ഇതാ ലൈസോസോംസ്. ഓക്കെ, ഇവരിങ്ങനെ പാക്കേജ് ചെയ്ത് വരുന്ന ഒരാളാണ് ലൈസോസോം. ഗോൾഗി അപ്പാരറ്റസ് പാക്കേജ് ചെയ്ത് വിടുന്ന ഒരാളും കൂടിയാണ് ലൈസോസോംസ്. അതായത് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒരു സാധനം. ആൻഡ് ഇതെന്താ ചെയ്യുന്നത് നോക്കിയേ, ഇതിനുള്ളിൽ നിന്ന് ഈ ഫുഡ് പാർട്ടിക്കിൾസ്, ഒരു സെല്ലിനുള്ളിലേക്ക് കടന്ന ഫുഡോ എന്തോ സാധനം, ഫോറിൻ പാർട്ടിക്കിൾസോ വാട്ടെവർ, അതിന് ഉള്ളോട്ടേക്ക് അതിനങ്ങോട്ട് വിഴുങ്ങി പിന്നെ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് പിന്നെ പുറത്തേക്ക് തള്ളുന്നു. സോ ഇതാണ് അവരുടെ ഫങ്ഷൻ. നോക്കിയേ, ഒരു സാധനം വരുന്നു, അതിനെ എൻഗൾഫ് ചെയ്യുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, കളയുന്നു. സോ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളിൽ എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ പാക്കൊക്കെ ആരാ വിടുന്നത്? ഗോൾഗി അപ്പാരറ്റസ്. അപ്പോൾ ഒരു കണക്ഷൻ ആയില്ലേ? സോ എ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചർ ഫോംഡ് ബൈ ദി പ്രോസസ് ഓഫ് പാക്കേജിങ് ഇൻ ദ ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് പാക്ക് ചെയ്ത് വിടുന്ന ആളാണ് ലൈസോസോം. വെരി റിച്ച് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ് മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും ഉണ്ടാവും. ഡൈജസ്റ്റീവ് എൻസൈംസ് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടാവും, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഏസസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റിംഗ് എൻസൈംസിനാണ് ഏസസ് എന്ന് പറയാം. ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആൻഡ് ഇറ്റ് ഇസ് ഒപ്റ്റിമലി ആക്റ്റീവ് അറ്റ് ദ അസിഡിക് pH-ലായിരിക്കും അവർ നല്ലപോലെ ആക്റ്റീവ് ചെയ്യുക. സോ ലൈസോസോം ഒരു യൂണിറ്റി ആയല്ലോ, എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലുള്ള ഒരു കണക്ഷൻ ആയല്ലോ. സോ അവരെന്താണ്? ഗോൾഗി അപ്പാരറ്റസ് തന്നെ പാക്ക് ചെയ്ത് വിടുന്ന ഒരാളാണ്. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വെസിക്കുലാർ സ്ട്രക്ചർ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ വാക്യൂള് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മളെ പ്ലാന്റ്സിലാണ്. പ്ലാന്റ് സെല്ലിൽ നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് വാക്യൂൾ എന്ന് എഴുതുമെങ്കിലും പ്ലാന്റ്സിന്റെ 90% വാക്യൂള് ആണ് ഉള്ളത്. പ്ലാന്റ് സെല്ലിന്റെ ഒരു സെല്ല് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 90% വാക്യൂളാണ്. ബാക്കി ഒരു 10%ലാണ് ഈ പറയുന്ന ഓർഗനൽസ് മുഴുവൻ കിടക്കുന്നത്. ഓക്കെ, പ്ലാന്റ്സിന്റെ 90% വാക്യൂളാണ്. ഈ വാക്യൂളിൽ എന്തായിരിക്കും കണ്ടന്റ്? നീല കളറിൽ കൊടുക്കുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം എന്താണ്, വാട്ടർ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. വാട്ടർ, സൊല്യൂട്ട്സ്. ഓക്കെ, സോ ഈ വാക്യൂള് പ്ലാന്റ്സിന് എന്തുകൊണ്ടാണ് ഇത്രയും വലുത് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാലോ. ഇറ്റ്സ് എ മെംബ്രെയിൻ ബൗണ്ട് സ്പേസ് ഫൗണ്ട് ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് പ്ലാന്റ് സെൽസ് ആസ് വെൽ ആസ് അനിമൽ സെൽസ്. പക്ഷേ വളരെ നെഗ്ലിജിബിൾ സൈസ് ആണ് അനിമൽ സെൽസിൽ. ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ, സാപ്പ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് നോട്ട് യൂസ്ഫുൾ ഫോർ ദി സെൽ. സെല്ലിന് ആവശ്യമില്ലാത്തതൊക്കെ അതിനുള്ളിലേക്ക് കയറ്റി വെക്കും. ഓക്കെ, ആൻഡ് വാക്യൂളിൽ ഒരു മെംബ്രെയിൻ ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. വാക്യൂൾ മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ്. അപ്പോൾ ആലോചിക്കണം, സിസ്റ്റേൺ എന്തായിരുന്നു, മീസോസോം എന്തായിരുന്നു ഒക്കെ ആലോചിച്ച് നോക്കണം. ഓക്കെ, സിസ്, ട്രാൻസ്, ഓക്കെ സെറ്റ് അല്ലേ. സോ ദിസ് ഇസ് ടോണോപ്ലാസ്റ്റ്, ദാറ്റ് ഇസ് ദ മെംബ്രെയിൻ ഓഫ് വാക്യൂൾ. വാക്യൂളിന്റെ കവറിംഗ് ആണ്, ലിമിറ്റിംഗ് മെംബ്രെയിൻ ആണ് ടോണോപ്ലാസ്റ്റ്. ഇൻ പ്ലാന്റ് സെൽസ് the vacuoles can occupy up to 90% of the volume of the cell. അടുത്തത് അമീബ. പലതരത്തിലുള്ള വാക്യൂൾസ് ഉണ്ടല്ലോ. അമീബയിലാണെങ്കിലോ കോൺട്രാക്ടൈൽ വാക്യൂൾ ആണ് ഉള്ളത്. കോൺട്രാക്ടൈൽ വാക്യൂൾ. അമീബ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഫാഗോസൈറ്റിസ് അല്ലടാ. അമീബ എങ്ങനെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്നത്? അമീബനെ എങ്ങനെയാണെന്ന് വരയ്ക്കാം. അമീബേൻ്റെ ഇവിടെ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അമീബ അതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ട് സ്യൂഡോപോഡിയെ വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് അതിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് അത് അങ്ങോട്ട് പുറത്തേക്ക് കളയും. സോ അതിനെ എൻഗൾഫ് ചെയ്ത് ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യണ്ടേ. നമ്മൾ ആദ്യം കാണിച്ച ചിത്രമില്ലേ, അതുപോലെ അതിനുള്ളിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കോൺട്രാക്ടൈൽ വാക്യൂൾ ആണ് അമീബയ്ക്കുള്ളത്. കോൺട്രാക്ടൈൽ വാക്യൂൾ ഫോർ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. പ്രോട്ടിസ്റ്റിനാണെങ്കിലോ ഫുഡ് വാക്യൂൾസ് ആർ ഫോംഡ് ബൈ എൻഗൾഫിംഗ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. പ്രോട്ടിസ്റ്റിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യുന്ന ഫുഡ് വാക്യൂൾ ആണ് ഉള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റം കഴിഞ്ഞു.
അവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സെല്ലിൽ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കുന്ന ചീഫ് ആരാ? നമ്മുടെ ന്യൂക്ലിയസ്. ആൻഡ് ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ട് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഇയാൾ നോക്കിക്കേ, വെള്ളം, ഫുഡ്, എന്തൊക്കെ സാധനങ്ങളുണ്ട്. സോ ദാറ്റ് ഇസ് വാക്യൂൾ. ആൻഡ് ദാ ഓരോന്ന് അടിച്ചു പൊട്ടിക്കാൻ നിൽക്കുന്നത്, അതായത് ഫോറിൻ പാർട്ടിക്കിൾസ് വന്നാലും ഒക്കെ അതിനെ കൊല്ലാൻ നിൽക്കുന്ന ആൾക്കാരാണ് ലൈസോസും. നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൻഡ് മൈറ്റോകോൺട്രിയ, എനർജി പ്രൊഡക്ഷൻ. മൈറ്റോകോൺട്രിയനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സെല്ലിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. സെല്ലിനുള്ളിലുള്ള ഈ ഓർഗാൻസിനെയൊക്കെ നിങ്ങളൊരു കാർട്ടൂൺ ഇമേജ് മനസ്സിൽ വിചാരിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ആനിമേഷൻ, ഒരു വീഡിയോ പോലെ നിങ്ങൾ മനസ്സിൽ തന്നെ അതിനുള്ളിൽ ഓരോന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പം ന്യൂക്ലിയസിൽ നിന്ന് ഇൻഫോർമേഷൻ വരുന്നു, റൈബോസോം പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വെസിക്കിളായിട്ട് കവർ ചെയ്ത് ഗോൾഗി അപ്പാരറ്റസിന് പിടിച്ചോന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഗോൾഗി അപ്പാരറ്റസിന്റെ സിസ് സൈറ്റിൽ പോയി അത് ബൈൻഡ് ചെയ്യുന്നു. അത് ഉള്ളിലൂടെ സിസ്റ്റേണയിലൂടെ പോകുമ്പോൾ മോഡിഫിക്കേഷൻസ് നടത്തുന്നു, ട്രാൻസിലെത്തുന്നു, അല്ലെങ്കിൽ മെച്ചുറേഷൻ സൈറ്റിലെത്തുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വേണ്ട സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ സിനിമ കാണുന്ന പോലെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരിക്കലും മറക്കില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.